ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല സ്വാദുള്ള മൊളോഷി ഉണ്ടാക്കാം. കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ട് നാടൻ രീതിയിലുള്ള കൂട്ടാനാണ്, വേഗം ഉണ്ടാക്കാനും പറ്റും. മൊളോഷ്യത്തിന് ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ ഒരു അരക്കപ്പ് തുവരപ്പരിപ്പാണ്. കഴുകി വൃത്തിയാക്കി ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കാം. വേണ്ടത്ര വെള്ളം ഒഴിക്കാം. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു. ഒരു 4 കപ്പ് വെള്ളം ഉണ്ടാവും എല്ലാം കൂടി. ഇത് 3 വിസിൽ വരണ വരെ വേവിക്കാം. പരിപ്പ് വേകുമ്പോഴത്തേക്കും ബാക്കി കഷ്ണങ്ങൾ നുറുക്കാം. കുമ്പളങ്ങ ഏകദേശം 300 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് ഒരേ വലുപ്പത്തിലുള്ള കഷ്ണാക്കാം. സാധാരണ സാമ്പാറിനൊക്കെ നുറുക്കണ പോലെ ഇതെങ്ങനെ നുറുക്കിയിട്ടുണ്ട്. കൂടാണ്ട് 2 തക്കാളി നുറുക്കി. കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഇടത്തരം വലുപ്പമാണെങ്കിൽ 1 തക്കാളി മതിയാവും. 3 പച്ചമുളകും വേണം ഇതിലേക്ക്. കൽച്ചട്ടിയിലേക്ക് കഷ്ണം ഇടാം. ഇനി തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിക്കാം. പച്ചമുളക് നീളത്തിൽ കീറിയിടാം. മുളകും വല്ലാണ്ട് സ്പൈസി ആയിട്ടുള്ള കൂട്ടാനില്ല. കൂടുതൽ എരിവുള്ള മുളക് വേണ്ട. ഒന്നിളക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇത്തിരി കൂടെ വേണം. ഇപ്പോൾ നല്ലോണം കഷ്ണം മുങ്ങിക്കിടക്കണ പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വയ്ക്കാം. ഇവിടെ നല്ലോണം ഇരുന്ന് വേവട്ടെ. കുക്കറിലെ സ്റ്റീമൊക്കെ പോയി ചൂടാറുന്നതിന് മുമ്പ് ഉടച്ചെടുക്കാം. വേഗം വേവാത്ത പരിപ്പാണെങ്കിൽ ആവി പോണതിന് മുമ്പ് ഇങ്ങനെ ഉടച്ചെടുത്താൽ നല്ലോണം കുഴഞ്ഞു കിട്ടും. കുക്കറിൽ നിന്ന് പരിപ്പ് ബൗളിലേക്ക് മാറ്റി ഇങ്ങനെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണം വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി തുറക്കാം. വെള്ളം മാറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്തു. പരിപ്പ് ചേർക്കാം. ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കാം. ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കേണ്ടതാണ് നല്ലത്. കട്ടിയിൽ കൂട്ടാൻ വേണമെന്നുള്ളവർക്ക് ഇത് പാകമാണ്. പക്ഷെ മുളകും കുറച്ചും കൂടി ലൂസാവണതാണ് ഒഴിച്ചു കൂട്ടാൻ നല്ലത്. 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു. ഇനി തീ കൂട്ടാം. ഇപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. പരിപ്പൊക്കെ ചേർന്നിട്ട് തിളയ്ക്കണങ്ങി. ചിലർ തക്കാളി ചേർക്കാണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയാകുമ്പോൾ ചെറിയൊരു പുളിരസം കൂടി കിട്ടും കൂട്ടാൻ. ഇനി ഓഫ് ചെയ്യാം. ഓലിൻ്റെ പോലെ മുളകുശത്തിനും സ്വാദ് കൂട്ടാൻ കറിവേപ്പിലയും വെളിച്ചെണ്ണയും വേണം. ധാരാളം കറിവേപ്പില ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി വേറെ വറുത്തിടലൊന്നുമില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൽച്ചട്ടി ആയതുകൊണ്ട് തിള നിന്നിട്ടില്ല. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ കൂടി നല്ല മണം വരുന്നുണ്ട്. എരിവിത്തിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിൽ തന്നെയുള്ള പച്ചമുളക് ഉടച്ചിട്ട് കൂട്ടുകയും ചെയ്യാം ഊണ് കഴിക്കുമ്പോൾ. അങ്ങനെ മൊളോഷി റെഡിയായി. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല സ്വാദുമാണ്. ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.